ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ യു വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ധ്യാൻ ശ്രീനിവാസൻ്റെ ഏറ്റവും പുതിയ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജലൻ. അപ്പോൾ അതിൻ്റെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ടീസർ കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ടീസർ കണ്ടപ്പോൾ നമുക്ക് തന്നെ കാണണമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ചിത്രം. ചില ടീസറുകളും ട്രെയിലറുകളും കാണുമ്പോൾ നമുക്ക് തോന്നും ഈ ചിത്രം ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നുള്ളൊരു ഇത് തോന്നത്തില്ലേ. ആ ഒരു ഇതാണ് എനിക്ക് ചിത്രം കണ്ടപ്പോൾ തോന്നിയത്. അതോടൊപ്പം അതിൽ എഴുതിയിട്ടുണ്ട് ഇൻട്രൊഡ്യൂസിങ് ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്ന്. അപ്പോൾ അണിയറ പ്രവർത്തകർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു ധ്യാൻ്റെ മികച്ച സിനിമകളിൽ ഒന്നാകുമെന്നാണ്. കാരണം അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം തുടർച്ചയായിട്ട് പരാജയങ്ങളായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തെ വെച്ച് പല ട്രോളുകളും കളിയാക്കലുകളും ഒക്കെ സമീപകാലത്തുണ്ടായിരുന്നു. കാരണം ആഴ്ചയിൽ സിനിമകൾ ഇറങ്ങുന്നു, എല്ലാം പരാജയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വെച്ച് ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുമൊക്കെ ഒരു മോചനമായിരിക്കുമെന്നാണ് ഈ ചിത്രം എന്നാണ് എനിക്കിൻ്റെ ടീസർ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഇതുവരെ ഇങ്ങനെ ധ്യാൻ്റെ ഒരു പ്രതീക്ഷ നൽകുന്നൊരു ചിത്രത്തിൻ്റെ ട്രെയിലറോ ടീസറോ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രം അദ്ദേഹത്തിനൊരു കമ്പാക്ക് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിറ്റക്റ്റീവ് ഉജ്ജലൻ നവാഗതരായ ഇന്ദ്രനീൽ ഗോപികൃഷ്ണനും രാഹുൽജിയും ചേർന്നാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അതോടൊപ്പം റിസിയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഒരു എന്താ പറയുന്നൊരു കേസന്വേഷണം അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് എന്ന ഉജ്ജലൻ എന്ന കഥാപാത്രത്തെയാണ് ധ്യാൻ ശ്രീനിവാസൻ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ടീസർ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഒരു പക്കാ നാട്ടുമ്പുറത്തെ ഒരു സാധാരണക്കാരൻ അവിടെ നടക്കുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ കൊലപാതകങ്ങളോ അതൊക്കെ ചെയ്യുന്ന ആളെ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപശ്ചാത്തലമാണെന്ന് തോന്നുന്നു. ഒരു ക്രൈം ത്രില്ലറായിട്ടാണ്, ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ടാണ് ഈ ചിത്രത്തിൻ്റെ ഫ്ലോട്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ആ ഒരു കഥാതന്തു എന്നാണ് എനിക്ക് ടീസർ കണ്ടപ്പോൾ തോന്നിയത്. ഏതായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ധ്യാൻ ശ്രീനിവാസൻ ചിത്രം. കാരണം തുടരെയുള്ള പരാജയങ്ങളും കളിയാക്കലിൽ നിന്നും അദ്ദേഹത്തെ ഈ സിനിമ രക്ഷപ്പെടുത്തുമെന്ന് തോന്നുന്നു. മെയ് മാസമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജലൻ തിയേറ്ററിലേക്ക് എത്തുക. ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്ന് എഴുതിയത് കൊണ്ട് തന്നെ അണിയറ പ്രവർത്തകർക്കും ഈ ചിത്രത്തിന് മേലെ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ടൈറ്റിൽ കാർഡ് കൊടുക്കുകയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു കമ്പാക്ക് ആയിരിക്കും ചിത്രം എന്നാണ് ടീസർ കണ്ടപ്പോഴും തോന്നുന്നത്. ഒരു പക്ക നാട്ടിൻപുറത്ത് നടക്കുന്ന കുറേ സംഭവങ്ങളും അല്ലെങ്കിൽ കൊലപാതകങ്ങളോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും അതിൻ്റെ പിന്നിലുള്ള ആളെ കണ്ടെത്തുന്ന തരത്തിലുള്ളൊരു സസ്പെൻസ് ത്രില്ലറായിട്ടാണ് ചിത്രം ചെയ്തു വച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം മിന്നൽ മുരളി ചെയ്ത അതേ പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ് ഈ ചിത്രം ചെയ്യുന്നത് എന്നതും മറ്റൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണെന്ന് പറയാം. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഏതായാലും ധ്യാൻ്റെ കരിയറിലെ ഒരു കമ്പാക്ക് ചിത്രമായിരിക്കും എന്ന് തോന്നുന്നു. ചിത്രം മെയ് മാസമാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. അതോടൊപ്പം ധ്യാനെ കൂടാതെ സിജു വിൽസന്, കോട്ടയം നസീർ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങളെ നമുക്ക് ഈ ചിത്രത്തിൽ അഭിനേതാക്കളെ ചിത്രത്തിൽ ടീസറിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ധ്യാൻ്റെ ഒരു കമ്പാക്ക് ആവട്ടെ. കാരണം ഒത്തിരി സിനിമകൾ അദ്ദേഹം ചവറുപോലെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങനെ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല. യൂട്യൂബിലൊക്കെ ഇൻ്റർവ്യൂകളൊക്കെ ഹിറ്റാണെങ്കിലും തിയേറ്ററിൽ ചിത്രങ്ങൾ തുടരെ പരാജയപ്പെടുകയാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു മോചനമാവട്ടെ ഈ ചിത്രം എന്നാണ്, മോചനമാകുമെന്നാണ് ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ തോന്നിയതും. മറിഞ്ഞിരിക്കുന്ന വില്ലൻ അല്ലെങ്കിൽ മാസ്ക് വെച്ച് മറിഞ്ഞിരിക്കുന്ന വില്ലനാണ് ആരാണെന്നറിയില്ല. അതാണെന്ന് തോന്നുന്നു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഏതായാലും നവാഗതരായ സംവിധായകർ 2 പേർ ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഏതായാലും അത് ഈ ചിത്രത്തിൽ ഉടനീളം സഹായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡിറ്റക്റ്റീവ് ഉജ്ജലൻ മെയ് മാസം തിയേറ്ററിലേക്ക് എത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.